ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തിക്കറിയാണ്. ഒരൽപ്പം പോലും മണം പുറത്തോട്ട് വരാതെ, അതുപോലെ തന്നെ മീൻ ഒരൽപ്പം പോലും ഉടയാതെ അടിപൊളിയായിട്ട് ഒരു മത്തിക്കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇനി മണം വരുമെന്ന് പറഞ്ഞ് ആരും മത്തിക്കറി ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 മത്തി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ സവോള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇതുകൂടാതെ വാളംപുളിയുടെ വെള്ളം. ഇത്രയുമാണ് നമുക്ക് ഈ മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ സാധാരണ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുടംപുളിയാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഈ കറിയിൽ നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഫിഷ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വാളംപുളി വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മസാല മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. സാധാരണ മീൻകറി ഉണ്ടാക്കുമ്പോൾ കുടംപുളിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിനകത്തേക്ക് നമ്മൾ വാളംപുളിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് കണ്ടോ, മീൻ ഇവിടെ നല്ലതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 15 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചത്. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മത്തി ഓരോന്നായിട്ട് മുകളിൽ വെച്ച് കൊടുക്കാം. മീനെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനിരുന്ന പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി അരപ്പെല്ലാം കൂടി ഒന്ന് തൂത്ത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത് വാളംപുളിയുടെ വെള്ളമാണ്. ഞാനിവിടെ 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ഗ്രേവി വേണ്ടവർ കൂടുതൽ വെള്ളം ഒഴിക്കുക. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അതിനുശേഷം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ ഉടഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ, അതോർത്ത് നിങ്ങൾ ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കറിനകത്ത് ഇതിങ്ങനെ തന്നെ വെക്കുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ആവി മുഴുവൻ പോയി കഴിയുമ്പോഴത്തേനും നമുക്കിത് പതുക്കെ തുറന്നു നോക്കാം. ഇതിപ്പോൾ ആവിയെല്ലാം പോയി, നമുക്ക് പതുക്കെ ഈ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരൽപ്പം പോലും മണം പുറത്തേക്ക് വരാതെ വളരെ ഈസി ആയിട്ട് മത്തിക്കറി നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ അടുത്തടുത്ത് വീടുകളുള്ളവർക്കും അതേപോലെ പുറം രാജ്യത്തുള്ളവർക്കുമൊക്കെ മത്തിക്കറിയുടെ മണം ഒട്ടും തന്നെ പുറത്തേക്ക് വരാതെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇതുപോലെ മത്തിക്കറി ഉണ്ടാക്കാവുന്നതാണ്. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയം കാണും, മീൻ ഉടഞ്ഞു പോകുമോ എന്ന്. മീൻ ഒരൽപ്പം പോലും ഉടഞ്ഞു പോകത്തില്ല. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് മീൻ ഉടഞ്ഞു പോകാതെ മണം പുറത്തേക്ക് വരാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.